കാലിന്റെ കണ്ണ ഹായ് വരെ അതിന് കെമിലൻ വന്നല്ലോ. മുകളിലായിരിക്കണം. മറ്റേ എന്ത് വേഷത്തിലും സകലത്തിലും മതം വിഴുങ്ങി വിഴുങ്ങി നടക്കുന്ന ഒരു വർഗം തന്നെ. എന്നിരുന്നാലും ഒരാൾ മരിക്കുമ്പോൾ, കാര്യം നമുക്കൊരു ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളൊരു ബോർഡ് എഴുതുക, അതല്ലെങ്കിൽ നമ്മളൊരു മെസ്സേജ് അയക്കും. അതിന് പോലും ബോധമില്ലാത്തവന്മാരെ ഈ എന്ത് തരത്തിൽ ഇവിടെ കിടന്നുണ്ട് പഠിച്ചു കയറി. അതുകൊണ്ട് ഇവന്മാര് വന്നിട്ട് താഴ്ച കമന്റ് എഴുതുകയോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ അത്ര വലിയ കാര്യമില്ല. അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമേ. എന്നാലും ജാതക ടീച്ചറിനോട് എന്റെ ആ ഒരു കൺട്രോളൻസ് തിരക്കാണെങ്കിൽ പറയണമെന്നില്ല. ഓക്കെ, യു ക്യാൻ ഹിയർ. ഞാൻ പറയുന്നത് എന്താണ് അതൊന്ന് മാത്രം കേട്ടാൽ മതി. പിന്നെ പറയും വിശേഷമൊക്കെ എന്താണെന്ന് പറയും. ജെ പറഞ്ഞോളൂ. ഹലോ, കേൾക്കാമോ? എനിക്ക് സംസാരിക്കാമോ അഡ്മിൻ? ഓക്കെ, സംസാരിക്കാം. ഉമ്മ മരിച്ചു പോയിട്ട് എന്റെ എല്ലാം കഴിഞ്ഞോ? ഞാന് പിന്നെ മതത്തിലെ വിശ്വസിക്കുന്ന ആളല്ലാത്തത് കൊണ്ട് അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് എന്താണോ വേണ്ടത് അത് മുഴുവനും ഞാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞു. ആ 20 വർഷവും എൻ്റെ അമ്മ എൻ്റെ കൂടെയായിരുന്നു. ഉമ്മച്ചി എന്ന് വിളിച്ച് വീട്ടിൽ കയറി വരാനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉമ്മ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ 2 ഉമ്മമാര് വിളി കേൾക്കും. ഇക്കാട് ഉമ്മായുമുണ്ട്, എൻ്റെ ഉമ്മച്ചിയുമുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ സൗഭാഗ്യത്തിൽ തന്നെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. വളരെ സന്തോഷമുണ്ട്. ആ അമ്മ ജീവിച്ചിരുന്ന സമയത്ത് മക്കയിൽ ഒന്ന് പോകണം, എനിക്ക് ഹജ്ജ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു. 13 മക്കളിൽ ഞാനാണ് ലാസ്റ്റ്. അപ്പൊ എന്നിലൂടെയാണ് എൻ്റെ ഉമ്മച്ചിയുടെ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. അപ്പൊ ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ ഉമ്മച്ചിക്ക് എന്താണോ വേണ്ടത് ആ സെക്കൻഡില് ഉമ്മച്ചിയുടെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മരിക്കുന്ന സമയത്തും എന്നെ നോക്കി തന്നെയാണ് എൻ്റെ ഉമ്മച്ചി കണ്ണടച്ചത്. അതും കാണാൻ എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് വളരെ എനിക്ക് ഒരു ഭാഗം നഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അവനവൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥാനമുണ്ട്. അപ്പൊ ഉമ്മച്ചി എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ ഒഴിവാക്കിയപ്പോഴും തള്ളിക്കളഞ്ഞപ്പോഴും എൻ്റെ കൂടെ നിന്ന ഒരു മാതാവാണ്. അപ്പോൾ പളയം പള്ളിയിൽ നിന്ന് എൻ്റെ ഉമ്മച്ചിയെ പുറത്താക്കി എന്നുള്ള റിപ്പോർട്ട് വന്നപ്പോഴും ഉമ്മച്ചി പറഞ്ഞത്, മക്കളെ, ആരും ഇതുവരെ ഒരു ശവവും റോഡിൽ കിടന്ന് ചീഞ്ഞ് നാറിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ആരെങ്കിലും ജീവിച്ചിരിക്കുന്നവർ എന്നെ എടുത്തിട്ട് അങ്ങ് കബറടക്കിക്കൊള്ളും, കുഴപ്പമില്ല എന്നാ പറഞ്ഞു. അങ്ങനെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോഴും ഒരു മകളെന്നുള്ള രൂപത്തില് എൻ്റെ ആശയങ്ങളോട് യോജിക്കാൻ, നിന്റെ ശരികളുമായിട്ട് നീ മുമ്പോട്ട് പൊയ്ക്കോ എന്ന് പറയാനുള്ള വിവരം അത്രയും 93 വയസ്സുകാരിയായിട്ടുള്ള എൻ്റെ ഉമ്മച്ചിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ യുക്തിവാദി സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ വരുമ്പോൾ അവരെയും സ്വീകരിക്കാറുണ്ട്. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക്, എൻ്റെ വിശ്വാസം എനിക്ക് എന്ന് പറഞ്ഞ് അവർക്ക് ചായയൊക്കെ കൊടുക്കുമ്പോഴും, നിൽക്ക് ഞാൻ പോയി നമസ്കരിച്ചിട്ട് വരട്ടെ എന്ന് പറയാനുള്ള ഒരു മാനവികത എൻ്റെ ഉമ്മച്ചിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഉമ്മച്ചിയുടെ വിശ്വാസം മുറുകെ പിടിക്കുമ്പോഴും മറ്റുള്ളവരെ മനുഷ്യരായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് പാളയം പള്ളിയിൽ എന്തിനാണ് അടക്കിയത്, നിന്റെ ജാമിദയുടെ ഉമ്മ മരിച്ചു പോയപ്പോൾ ജാമിദ നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വാസികൾ, കാരണം അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ വിശ്വാസത്തിന്റെ ക്യാൻസർ ഉണ്ടല്ലോ, അത് ഇത്തരം സാഹചര്യങ്ങളിലല്ലേ അവർക്ക് ഛർദ്ദിച്ചു വെക്കാൻ പറ്റുള്ളൂ. ഉമ്മ മരിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം, നെഞ്ചിലിടിച്ച് നിലവിളിക്കുകയല്ലാതെ ആ ഉമ്മയെ സ്നേഹിക്കുന്ന, ആ ഉമ്മ സ്നേഹിച്ച ഒരു മകള് അത് തന്നെയാണ് ചെയ്യുക. കരയല്ലാതെ നമുക്ക് വേറെ മാർഗമില്ലല്ലോ. ഉമ്മച്ചിയുടെ കൂടെ പോകാൻ പറ്റില്ല, അതല്ലെങ്കിൽ എൻ്റെ ഉമ്മച്ചിയെ പള്ളിക്കാട്ടിലേക്ക് എടുക്കരുതേ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ യുക്തിവാദിയായിരിക്കുമ്പോഴും എൻ്റെ ഉമ്മച്ചിയുടെ വിശ്വാസങ്ങളെ മാനിക്കാൻ, അതിനെന്താണ് വേണ്ടത്, മുസല്ല വേണോ, നമസ്കാരക്കുപ്പായം വേണോ, ഉമ്മച്ചിക്ക് എന്താ വേണ്ടത്, ഉമ്മച്ചിയുടെ വിശ്വാസം അനുസരിച്ച് ഉമ്മച്ചി മുന്നോട്ട് പോയിക്കോ, അങ്ങനെ ഉമ്മച്ചിയുടെ വിശ്വാസങ്ങളെ മാനിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് സന്തോഷമാണ്. അതൊക്കെ മറ്റു ചില ആളുകൾ എടുത്ത് ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അത് വിവരക്കേടാണ്. കാരണം അവരുടെയൊക്കെ ഉമ്മമാരെ എത്ര വർഷം വരെ ഇരിക്കും? 93 വയസ്സുവരെ BP ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഒരൊറ്റ പല്ല് പോയിട്ടില്ല, സൂചിയിൽ നൂല് കോർത്ത് ഇപ്പോഴും തുണി തയ്ക്കും, വട്ടി മുടയും, അങ്ങനെയൊക്കെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഉമ്മയാണ് എൻ്റെ ഉമ്മച്ചി. അപ്പോൾ 4 തലമുറ മകളെ കണ്ടു, മകളുടെ മകളെ കണ്ടു, അവരുടെ മകളെയും കണ്ടു. അപ്പൊ മക്കള്, മക്കളുടെ മക്കള്, അവരുടെ മക്കള്, ഇത്രയൊക്കെ മതി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സന്തുഷ്ടി ഉണ്ടാകാൻ. അതൊക്കെ കണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് എൻ്റെ ഉമ്മച്ചി മരിച്ചത്. എന്നിട്ട് ആ മരണം പോലും ആഘോഷിച്ച ചീഞ്ഞ വിശ്വാസികളായിട്ടുള്ള ഒരു വിഭാഗം ആളുകളുടെ
ആ വിശ്വാസത്തിന്റെ മാലിന്യം എന്താണെന്ന് കൂടി കാണാൻ ഇതൊരു സഹായമായി. അതൊരു പോസ്റ്റിലൂടെ ഞാൻ ശരിക്കും അവന്റെയൊക്കെ അണ്ണാക്കിൽ തന്നെ തിരികെ കൊടുത്തിട്ടുണ്ട് മറുപടി. കാരണം അവന്റെയൊക്കെ ഉമ്മമാർ അങ്ങനെ ഇരിക്കും. എൻ്റെ ഉമ്മച്ചിയുടെ മലമൂത്ര വിസർജനം കോരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്, ഛർദിൽ കോരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. എൻ്റെ ഉമ്മച്ചി ആശുപത്രി വരാന്തയിൽ കാത്തു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, കുളിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു മകൾ എന്നുള്ള നിലയിൽ എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു രൂപത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. ഛർദ്ദിക്കാൻ വന്നപ്പോൾ ഞാൻ കൈ പിടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മച്ചി ഛർദ്ദിച്ചോ, ഞാൻ കോരിക്കോളാം, എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന്. ആ മരിക്കുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ചുറ്റിനും നിന്ന മക്കളോട് പറഞ്ഞത് എനിക്ക് ജാമ്യയുടെ കൂടെ പോകണമെന്നാ. അപ്പൊ ആ അമ്മ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവളുടെ കൂടെ പോയിട്ട് ഞാൻ തിരിച്ചു വരാം, അവളുടെ കൂടെ പോയി ഞാൻ കുറച്ച് ദിവസം കൂടെ നിൽക്കട്ടെ. അപ്പൊ മെഡിക്കൽ കോളേജിലാണ് കിടക്കുന്നത്. ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് ആ മാസ്ക് മാറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതിൽ തന്നെ ഒരു മകളെന്നുള്ള നിലയിൽ 100-ൽ 100 മേനി വിജയിച്ച ഒരു മകളാണ് ഞാൻ. എൻ്റെ ഉമ്മച്ചിയുടെ സംതൃപ്തി മാത്രം മതി എനിക്ക്. അപ്പൊ കൂടെ നിന്നിട്ട് സഹോദരങ്ങളൊക്കെ പറയുന്നുണ്ട്, ഉമ്മ അവള് കാഫിറല്ലേ, അവള് മതം വിട്ട ആളല്ലേ. അപ്പൊ ഉമ്മച്ചി ചോദിക്കുന്നുണ്ട്, അവൾ അന്തസ്സായിട്ട് തന്നെയാ ജീവിക്കുന്നത്, നിങ്ങൾക്ക് എന്താ അവളുടെ പേര് കേൾക്കുമ്പോ ഇത്ര വിഷമം, നിങ്ങൾക്ക് എന്താ അവളോട് ഇത്ര ദേഷ്യം, എനിക്ക് ഇഷ്ടപ്പെട്ട മോളാണ് അവള്, ഞാൻ അവളുടെ കൂടെ തന്നെ പോകുമെന്ന് എൻ്റെ ഉമ്മ പറഞ്ഞപ്പോ ഈ ലോകം കീഴടക്കിയ ഒരു അലക്സാണ്ടർ ചക്രവർത്തി ഒന്നുമല്ല, അത്രമാത്രം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ധന്യയായ ഒരു നിമിഷമായിരുന്നു. ആ എന്നെയാണ് ഇവര് ചോദിക്കുന്നത്, എന്തിനാണ് മയ്യത്ത് കാണിച്ചത്, എന്തിനാണ് പള്ളിക്കാട്ടിൽ അടക്കിയത്, ഉമ്മാക്ക് എന്തിനാണ് തട്ടമിട്ട് കൊടുത്തത് എന്നൊക്കെ അവരുടെ വിവരക്കേടായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വന്നേക്കാം. ആ സമയം മുതല് മൈക്ക് ബ്രദർ ഒന്ന് മൈക്ക് ഓഫ് ആക്കണം. ടോപ്പിക്ക് കിട്ടായിരുന്നോ ജാമിദ ടീച്ചറെ? ഞാൻ വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് അച്ഛൻ കുഞ്ഞു ബ്രദറെ, ഇട്ടിട്ടുണ്ട്. ഇറാനു പോലും വേണ്ടാത്ത ഒരു ഹിജാബ് ഇവിടെ ചില ആളുകൾ കൊണ്ടുപിടിച്ചെടുത്തോണ്ട് നടക്കുക. ഇസ്ലാമിക രാജ്യമാണ്, അവിടെ അറിയാലോ തല പോകും. ആ മഹസാമിനിയുടെ ഒക്കെ വിഷയം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നതാണല്ലോ. എന്നിട്ടും ഹിജാബേ ഹിജാബേ എന്ന് വിളിച്ചിട്ടാണ്. ഞാൻ തന്നെ മാറ്റാം. അത് സത്യാബ്രദറെ കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ കുറച്ച് കേട്ടു ഇന്നത്തെ ഇത് തിരക്കായിരുന്നു, എനിക്ക് യൂട്യൂബിൽ കൂടി കേൾക്കാനായിട്ട് സാധിച്ചു. അത് ലൈവ് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ഉച്ചയും വേണത്തില്ല, അതറിയാം. അത് കാരണം എനിക്ക് ഒന്നുകൂടി ഒന്ന് രണ്ടാമത് രാത്രി കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുക. ഡൂയിങ് എ ഗുഡ് ജോബ്. ആരോ താഴെ വന്നിട്ട് കമന്റ് എഴുതി. ഇല്ല ടോപ്പിക് ഇടുന്നല്ലേ ഉള്ളൂ, സംസാരിക്കാൻ തുടങ്ങുന്നല്ലോ. ഇറാൻ വലിച്ചെറിയുന്ന ഹിജാബ് കേരളത്തിന് അനിവാര്യം. അതിന്റെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ വാലി ഖൊമേനിയുടെ. അതിന്റെ സത്യാപ്രദരെ താഴെ കുറെ ആൾക്കാർ ഇരുന്നുകൊണ്ട് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല പോലെ അത് നല്ല വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞു. അന്നേരത്തേക്ക് താഴെ കമന്റ് ഞാൻ കുറച്ചു നേരം കയറി ഒന്ന് കഴിയുള്ളൂ, ഞങ്ങളെ കൊണ്ട് ആരെ കൊണ്ട് കഴിയില്ല. താങ്ക് യു ജാമിദ ടീച്ചറും വിഷയം എടുക്കട്ടെ. ടീച്ചറിന് പലപ്പോഴും താങ്ക് യു മൗന ടീച്ചറെ തുടർന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇസ്ലാമിക രാജ്യങ്ങൾ പോലും വലിച്ചെറിയുന്ന ഒരു ഹിജാബിനു വേണ്ടി ഇവരിവിടെ കിടന്ന് നെട്ടോട്ടമോടുവാണ്. നമുക്കറിയാം, ഞാൻ പഠിച്ചത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ജാമിയ നദവിയ എടവണ്ണ അറബിക് കോളേജിലാണ്. അവിടെ ഹൈസ്കൂൾ ഉണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്, ട്രെയിനിങ് കോളേജ് ഉണ്ട്, BEdന്റെ കോളേജ് ഉണ്ട്, തഹസിസുൽ ഹദീസിന്റെ കോളേജ് ഉണ്ട്, തഹ്ഫീമുൽ ഖുർആനിന്റെ കോഴ്സ് ഉണ്ട്. ഇങ്ങനെ അഫ്സലുൽ ഉലമ ഒരുപാട് കോഴ്സുകളുള്ള ഒരു സങ്കര ഇനം കോളേജാണ്.
ആർട്സ് ആൻഡ് സ്പോർട്സ്, അറബിക് എല്ലാം ഉള്ള ഒരു കോളേജാണ്. ആ കോളേജിൽ പോലും മുഖം മറയ്ക്കുന്ന വേഷം ധരിച്ചൊരു കുട്ടി വന്നപ്പോൾ ഇതിവിടെ പറ്റില്ല എന്ന് പറഞ്ഞ മാനേജ്മെന്റ് അവരെ ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. ചെറിയ ഒരു പത്ര കട്ടിങ്ങിന്റെ കോളത്തിൽ മാത്രമാണ് ആ വാർത്ത ഒതുങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ മുഖം മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള അവകാശത്തിന് ഒരു പോപ്പുലർ ഫ്രണ്ടും ഒരു SDPIക്കാരും ഒരു നവമാധ്യമങ്ങളും ജാമിയ നദവിയ കോളേജിന്റെ ക്യാമ്പസിലേക്ക് കാലെടുത്തു വെച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അത്? അവിടെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമല്ല. ഇവർക്ക് മതം വളർത്തേണ്ടത് എവിടെയാ? യൂറോപ്പിൽ. ഇറാനിൽ മതം വളർത്തണ്ട. അവർക്ക് നെതർലാൻഡ്സില്, സ്വിറ്റ്സർലാൻഡില്, സ്വീഡനില്, നൈജീരിയയില് ഇവിടെയൊക്കെയാണ് ഇവർക്ക് മതം വളർത്തേണ്ടത്. കാരണം ഇറാനെ പോലെ ബംഗ്ലാദേശിനെ പോലെയൊക്കെയുള്ള രാജ്യത്ത് ഇവർക്ക് അഭയാർത്ഥികളായിട്ട് പോലും കയറിക്കൂടണ്ട. കാരണം അവിടെ ഒന്നും ഇവരെ കേറ്റത്തുമില്ല. ഈജിപ്റ്റ് കണ്ടില്ലേ? ഇസ്രായേൽ ഹമാസ് പ്രശ്നം വന്ന ഉടനെ തന്നെ റാഫ അതിർത്തി ശക്തമായിട്ട് അടച്ച് സുരക്ഷ ഏർപ്പാട് ചെയ്യുക ചെയ്തത്. കാരണം ഇവരെ കേറ്റാൻ പറ്റില്ല. നഞ്ചെന്തിന് നന്നാഴി, ഈ ഐറ്റങ്ങളെ 7 അയലത്ത് പോലും കേറ്റാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടു. MBS തട്ടം വലിച്ചെറിഞ്ഞു. ഹിജാബും അപ്പിക്കുപ്പായവും ഒന്നും വേണ്ട, നിങ്ങൾക്ക് സിനിമ കാണണോ, തിയേറ്ററുകൾ വേണോ, സ്റ്റുഡിയോകൾ വേണോ, ശരി, ഇതെല്ലാം സാർവത്രികമായി അനുവദിച്ചു കൊടുത്ത MBS മതത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് പറഞ്ഞ് ഇവരാരും ഒരു അട്ടഹാസവും ഉണ്ടാക്കിയിട്ടില്ല. ദുബൈ രാജകുമാരി ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിന്റെ ചരിത്രത്തിലില്ലാത്ത ഒരു മതവിധി, ഒരു മത നിയമം പുതുതായി നടപ്പിലാക്കി. മുത്തലാഖ്. പ്രിയപ്പെട്ട ഭർത്താവെ, അങ്ങ് തിരക്കായിരിക്കുമെന്നറിയാം, അതുകൊണ്ട് അങ്ങയെ ഇതാ ഞാൻ വിവാഹമോചനം നടത്തിയിരിക്കുന്നു എന്ന് 3 തവണയാണ് ഷെയ്ഖ മെഹ്റ ദുബൈ രാജകുമാരി മുത്തലാഖ് ചൊല്ലി മതത്തിൽ നിന്നും പുറത്തുപോയി. ഒരു ഫ്രഞ്ച് റാപ്പറെയാണ് 2ാമത് വിവാഹം കഴിച്ചത്. ഇവിടെ ഒരു അട്ടഹാസവും ഉണ്ടായിട്ടില്ല. കുവൈറ്റ് രാജകുമാരൻ എനിക്ക് ഈ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര മത നിയമം വേണ്ട എന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞു. ഇന്തോനേഷ്യയിലെ രാജകുമാരി. ഇങ്ങനെ തുടങ്ങി അവർക്ക് ആർക്കും വേണ്ടാത്ത മതം ഇറാനിലെ ഏതാണ്ട് 85% ജനതയും മതം വലിച്ചെറിഞ്ഞു. ഇന്നത്തെ അഫ്ഗാന്റെ അവസ്ഥ എന്താ? അഫ്ഗാനിലും മതമില്ല ഇന്ന്. കാരണം അഫ്ഗാന്റെ ഭരണപക്ഷത്തിനാണ് മതമുള്ളത്. അവിടെ ഒരു ഭൂകമ്പം നടന്നതോടുകൂടി അവരാ മതം തന്നെ വലിച്ചെറിയുവാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും നവീകരിച്ചും പരിഷ്കരിച്ചും പുരോഗമന ആശയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ മാത്രം കേരളത്തിൽ എവിടെയാണ് ഇവർക്ക് മതം വേണ്ടത്? നിർമ്മല കോളേജിൽ ഇവർക്ക് മതം വേണം. അങ്ങനെ ഇവര് സെലക്റ്റീവായി ചില ക്രിസ്ത്യൻ മാനേജ്മെന്റ്, ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഹിന്ദുക്കളോട് വല്ലാതെ കളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ചാഞ്ഞ കൊമ്പായത് കൊണ്ട് ചാടി കയറാം എന്നാണ് ഇവരുടെ ഒരു ധാരണ. അങ്ങനെ തട്ടത്തിൽ പിടിച്ചു വലിക്കരുത്. തട്ടത്തിൽ പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മതവികാരം ഇളകും. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്കൂളുകൾക്കും ഉള്ളതുപോലെ തന്നെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിനും ഒരു ചട്ടമുണ്ട്. ആ ചട്ടത്തിന്റെ മുകളിലല്ല തട്ടം. അപ്പോ അവിടുത്തെ യൂണിഫോം അനുസരിച്ചിട്ട് ആ റൂൾസ് പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ആ സ്ഥാപനത്തിൽ വന്ന് പഠിച്ചാൽ മതി. ആ സിസ്റ്റർ അവസാനം വരെ ഉറച്ചു നിന്നു അവരുടെ നിലപാടിൽ. എല്ലാം തികഞ്ഞ ഐശ്വര്യ റായിമാര് വന്നിട്ട് അവരുടെ കണ്ണ് കണ്ടു, മൂക്ക് കണ്ടു, അവരുടെ ഇംഗ്ലീഷ് കണ്ടു, അവരുടെ തട്ടം കണ്ടു, അവരുടെ കളറ് കണ്ടു. കാരണം അവര് പറഞ്ഞ വിഷയങ്ങളോട്, അവരെടുത്ത നിലപാടുകളോട്, സ്കൂളിന്റെ റൂൾസിനോട് ഇവർക്കൊന്നും പിന്തിരിഞ്ഞു നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇവർ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ തന്നെ പോയിട്ട് ഇവർക്ക് ഉച്ചയും കുത്തി മറിയേണ്ട കാര്യമില്ലല്ലോ. അവിടെ തന്നെ പോയിട്ട് ഇവർക്ക് അപ്പിക്കുപ്പായം ധരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവർക്ക് ഈ കുട്ടി തന്നെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഇത്രയും മാസം വേണ്ടാത്ത മതവും ഹിജാബും ഇവർക്ക് ഒക്ടോബർ 7-ാം തീയതി തന്നെ ഹമാസ് ദിനമായിട്ട് ആചരിച്ച, ഇസ്രായേലിൽ ചോരപ്പുഴ ഒഴുക്കി ആ ദിവസം തന്നെ ഇവർക്ക് വേണ്ടി വന്നതിന്റെ പിന്നിൽ കൂലങ്കഷമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ശക്തമായിട്ട് എതിർക്കാൻ കാരണം. ഹൈബി ഈഡൻ വന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ മതം എവിടെ പോയി? ശരി, എന്നാ ഇന്നു മുതൽ എന്നാ തട്ടം വേണ്ട, അപ്പിക്കുപ്പായം വേണ്ട, ഞങ്ങൾക്ക് എന്നാൽ ഇനി മുതൽ ഹിജാബ് ധരിക്കണ്ട, ഞങ്ങൾ യൂണിഫോം ധരിച്ചു പോയിക്കോളാമെന്ന് എങ്ങനെ പറയും? അപ്പൊ മതം ഇവർക്ക് വേണ്ടേ? ഹൈബി ഈഡൻ കൊണ്ടുപോയോ ഇവരുടെ മതം? അപ്പോ ഓരോ സ്കൂളിലും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ട്. അത് ഭരണഘടനാ വിരുദ്ധമായി ഇവർക്ക് അവിടെ കൊണ്ടുവന്ന് ഇവരുടെ അപ്പിക്കുപ്പായം കയറ്റാൻ പറ്റുന്നതല്ല. അപ്പൊ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമം ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. വിട്ടുവീഴ്ചയൊന്നും കൊടുക്കേണ്ടുന്ന വിഷയമല്ല ഇത്. ആദ്യമാണ് അവർക്ക് തട്ടം.
അത് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് പലതും വേണ്ടിവരും. ഹലാല് വേണ്ടിവരും, മുസ്ലിം മാനേജ്മെന്റ് വേണ്ടിവരും, ഉച്ചയും മറിയാൻ ഇടം വേണ്ടിവരും, വെള്ളിയാഴ്ച ദിവസം അവധി വേണ്ടിവരും, റമദാൻ മാസത്തിൽ സ്കൂൾ തുറക്കരുത് എന്ന് വേണ്ടിവരും, അവിടെ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ഹിജാബ് ധരിക്കണമെന്ന് വേണ്ടിവരും, അവര് ഹലാൽ ഭക്ഷണം തന്നെ കഴിക്കണമെന്ന് വേണ്ടിവരും. അങ്ങനെ ഓരോ രൂപത്തിലും ഇവരുടെ നയങ്ങളും നിലപാടുകളും മതനിയമങ്ങളും മാറ്റി മാറ്റി ആ സ്ഥാപനത്തെ തന്നെ ഒടുവിൽ മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും. അത് സമാധാനത്തോടു കൂടിയുള്ള ആ സ്ഥാപനത്തിന്റെ പോക്കിന് വിലങ്ങുതടിയാകുമെന്ന് മനസ്സിലാക്കിയ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ജാതി, മത, സാമ്പത്തിക, രാഷ്ട്രീയ ഒന്നും ബാധിക്കാതെ എല്ലാ കുട്ടികളെയും ഈക്വലായിട്ട് കാണുന്നതിന് വേണ്ടി ഒരു യൂണിഫോം ഒരു സ്ഥാപനം ഏർപ്പെടുത്തുമ്പോൾ 140 മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഒരു കൊച്ചിനു മാത്രം മതം വളർത്തിയെടുക്കണമെങ്കിൽ കൊച്ചെ നീ മതസ്ഥാപനത്തിൽ പോയി പഠിച്ചോളൂ എന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത ആ സ്കൂൾ മാനേജ്മെന്റിനോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോ ട്രംപ് അറേബ്യയിൽ വന്ന സമയത്ത് മുടിയിട്ടാട്ടിയായിരുന്നു സ്ത്രീകൾ അദ്ദേഹത്തെ സ്വീകരിച്ചത്. അവരാരും അപ്പിക്കുപ്പായം ധരിച്ചിരുന്നില്ല. ഷെയ്ഖ മെഹ്റ ദുബൈ രാജകുമാരിയാണ്. അവർക്കാർക്കും അപ്പിക്കുപ്പായമില്ല. ഇന്ന് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി കൊമേനിയുടെ വർഷങ്ങളായിട്ടുള്ള മുതിർന്ന ഉപദേഷ്ടാവും കമാൻഡോ നേതാവുമായിട്ടുള്ള അലി ഷംഖാനിയുടെ മകൾ അർദ്ധനഗ്നയായി അവരിതാ വിവാഹ വേഷത്തില് വന്ന വീഡിയോ ആണെന്ന് വൈറലായിരിക്കുന്നത്. അവര് മതത്തിന്റെ അകത്താണോ മതത്തിന്റെ പുറത്താണോ? അപ്പൊ ഇറാനില് ഒരു കഷ്ണം തലമുടി പുറത്തു കണ്ടു എന്നതിന്റെ പേരിൽ മഹ്സ അമിനി എന്ന് പറയുന്ന പെണ്ണൊരുത്തിയെ കുർദിഷ് വംശജക്കാരിയാണ്, അവരെ അടിച്ചും ഇടിച്ചും അടിവയറ്റിൽ ചവിട്ടിയും മൂക്ക് മുറിച്ചും മുടി മുറിച്ചും കൊന്നുകളഞ്ഞ ഇറാന്റെ സദാചാര പോലീസിങ്ങിന് പോലും വിധേയരാകാതെ ഇറാൻ ജനത പോലും ഈ മതനിയമം കാറ്റിൽ വലിച്ചെറിയുമ്പോൾ ആ ഇറാനിയൻ വിപ്ലവത്തെ ഇവര് നെഞ്ചിലേറ്റാൻ ശ്രമിക്കുമ്പോൾ ഇത് കേരളമാണ് മക്കളെ, ഈ കേരളം ഇന്ത്യയിലാണ് മക്കളെ, ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് മക്കളെ എന്ന് പറയേണ്ടി വരുവാണ്. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും വലിച്ചെറിയുന്ന ഹിജാബുമായി നിങ്ങൾ ഇനിയും ഗ്വാ വിളിച്ച് ഇസ്ലാമിക് സ്ഥാപനങ്ങളിൽ നിന്നും TC വാങ്ങി ക്രിസ്ത്യൻ മാനേജ്മെന്റിലേക്ക് കടലിൽ കായം കലർത്താൻ എന്ന വണ്ണം നിങ്ങളുടെ 6-ാം നൂറ്റാണ്ടിന്റെ അപ്പിക്കുപ്പായത്തിന്റെ ഗോത്ര നിയമവും മുഹമ്മദിയൻ ചിന്താഗതിയുമായി വന്നാൽ ഇനിയും അത് വില പോകില്ല എന്ന് പറയാനാണ് ഈ അവസരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന വിഷയം. മാക്സിമം പറഞ്ഞു, ഇനി അത്ര ആർക്കും പറയാനില്ല. ഇത് രാവിലെ മുതൽ ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്നതാണ്. ഈ ഇസ്ലാം തുടങ്ങിയ സ്ഥലം ഉണ്ടല്ലോ, എവിടെയാ ഇസ്ലാം ആദ്യം തുടങ്ങിയത്? അറേബ്യയിൽ ഇല്ലേ? അവിടെ എന്തുകൊണ്ട് ഇവർക്ക് ഇത് നടത്താൻ പറ്റുന്നില്ല? അവര് അവിടെ നിന്ന് ഇതെല്ലാം വലിച്ചെറിയുമല്ലേ. എന്തിനീ കേരളത്തിൽ, ഈ കേരളത്തിലോട്ട് ഇത്ര ഒരു അപ്പിക്കുപ്പായം ഇങ്ങോട്ട് കൊണ്ടുവരും? MBS ഇന്നിപ്പോ പറഞ്ഞിരിക്കുന്ന ഓരോ ദിവസവും വരുന്ന കേട്ടോ, ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ നിയമങ്ങൾ വരുന്നത്. ഇന്ന് വന്നിരിക്കുന്ന ഒരു നിയമം കൂടെ ഞാൻ പറഞ്ഞുതരാം. പണ്ടല്ല, ഈ അടുത്ത കാലം വരെ നമ്മുടെ ഇവിടുന്ന് ഒരാള് ജോലി ചെയ്യാൻ പോയാൽ അവിടുത്തെ ഒരാളുടെ അവിടെയുള്ള ഒരു കീഴിൽ വേണം ജോലി ചെയ്യാൻ. ഇനിയിപ്പൊ അതെടുത്ത് മാറ്റി ഫൈസൽ വിമർശിക്കും മറ്റു മതങ്ങളെ. അവന് സ്വതന്ത്രനാണ്. ഏത് രാജ്യത്തുനിന്ന് ഒരുത്തൻ ജോലി ചെയ്യാൻ പോയാൽ ആരുടെയും അടിമയായിട്ടല്ല അവിടെ ജോലി ചെയ്യുന്നത്. അത് എടുത്തു മാറ്റി. ഇന്ന് ജാമിദ ടീച്ചർ പറഞ്ഞതിൽ ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ മുകളിലേക്ക് വരാം. അല്ല, ഞാൻ പറഞ്ഞോളൂ. ഇത്രയും കാലം ഒരു മഹസാമിനി മാത്രമല്ലല്ലോ, എന്റെ ഒരു അറിവും പ്രകാരം 750ഓളം പേരെയാണ് ആ ഒരു കലാപത്തിൽ ഇല്ലാതായി കാണുന്നത്. 750ഓളം പേര്.
അതിൽ എത്രയോ പേരെ വലിയ ഉയർന്ന ക്രെയിൻ ഉപയോഗിച്ച് കെട്ടിയാട്ടി കൊന്നിട്ടുണ്ട്. ഇതിനെല്ലാം 450. അത് ആദ്യത്തെ റൗണ്ടിലാണ്. പിന്നെ രണ്ടാമത്തെ റൗണ്ടിലും രണ്ടാമത്തെ വേവിലും കുറെ എണ്ണം മരിച്ചിട്ടുണ്ട്. ആദ്യത്തെ വേവിൽ ചിലപ്പോ കറക്റ്റ് ജയ പറഞ്ഞ കറക്റ്റാണ്. അന്നത്തെ ആ ഒരു സമയത്ത് തന്നെ 600 ചില്ലുവാൻ ആൾക്കാര്, വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാര് ജയിലിലാവുകയും തൂക്കിലേറ്റുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം പിന്നീടും ഇതിനെപ്പറ്റി പിന്നെ രണ്ടാമതൊരു കലാപം കൂടി വന്നു. അതാണ് നമ്മളൊരു യൂണിവേഴ്സിറ്റിന്റെ ഒരു പെൺകുട്ടി കംപ്ലീറ്റ് അവളുടെ ഡ്രസ്സ് ഊരി, അവള് മറ്റേ ഒരു ഷഡി മാത്രം ഇട്ട് ഒരു ബ്രായി വിട്ടിട്ട് അവൾ ആ കോളേജ് ക്യാമ്പസിനകത്തോട് നടന്നു. അവരുടെയൊക്കെ അഡ്രസ്സ് പിന്നീട് നമുക്ക് തിരിച്ച് കണ്ടിട്ടില്ല. മനസ്സിലായി. ഞാനിത് അറിയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഞാനത് മറ്റേ ഇംഗ്ലീഷിലൊന്നും പ്രത്യേകിച്ച് കണ്ടില്ല. എന്ന് വെച്ചാൽ മൊസാദ് കംപ്ലീറ്റ് വളഞ്ഞു, മറ്റേ ഇറാൻ വളഞ്ഞു നിന്നിട്ട് ഇവരെ വീഡിയോ എടുത്തിട്ട് ഇവരാണ് അത് പുറത്തേക്ക് വിട്ടത്, ഇസ്രായേൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ ചെയ്യുന്നു. പക്ഷെ അതിന്റെ സണ്ണി ലിയോൺ ഒരു നാണിക്കും ആധികാരികത ഇതിനകത്ത്. ഇല്ലാത്തത് കാരണം നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷെ കാര്യം ഇത്രയും ഇവരുടെ ഈ ഇവരുടെ ഈ ഭരണത്തിലെ ഈ ഷിയാക്കളുടെ ഇതേമാതിരിയുള്ള ശരിയാടെ ഇത്ര ലോകം മുഴുവൻ പറഞ്ഞിട്ടും പ്രതിഷേധിച്ചിട്ടും ഇവരതിൽ നിന്ന് ഒരിഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. അവിടെ നമ്മൾ കണ്ടതാണ്. കാര്യം ഓരോ മുള്ളാമാര്, ഇവിടുത്തെ ഉസ്താദുമാര് പോകുന്ന സമയത്ത് ഇവര് തലയില് ഇവരുടെ ഒരു കോപ്പ്, ഒരു ചട്ടിത്തൊപ്പിയുണ്ട്, അത് മുഴുവൻ തെറിപ്പിച്ചിട്ടൊക്കെ പോകുന്ന, എന്നിട്ട് പോലും ഇവരിത് മാറ്റിയിട്ടില്ല. പക്ഷെ ഇതിപ്പോ പറയുന്ന ഇതാണ്, നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ കൂടി നമുക്കൊരു വിശ്വാസമില്ല. പക്ഷെ ഇത് പുറത്തായത് ഇവരുടെ ഈ വെഡിങ് ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞിട്ട് അയാൾ തന്നെ പുറത്താക്കിയെന്നൊക്കെ പറഞ്ഞിട്ടാണ്. കാര്യം ഈ ഭരണത്തിൽ അയാൾക്ക് ഇതേമാതിരിയുള്ള ശരിയായ രീതിയിൽ പെൺകുട്ടികളുടെ ഇത്രയും വലിയ കടുത്ത നിയമങ്ങളും വന്നിട്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് അയാൾ തന്നെ പറഞ്ഞാണെന്ന് പറയുന്നു. നമുക്ക് ജാമിദ ടീച്ചറിനൊക്കെ ഇതിനെപ്പറ്റി കൂടുതൽ റിസോഴ്സസ് ഉള്ളതാണ്, അവർക്ക് വാർത്തകൾ കിട്ടാനും അറിയുകയാണ്. അതിനെപ്പറ്റി എന്താണ്, ഇതെങ്ങനെ ഈ വാർത്ത പുറത്തു വന്നു? അയാളത് ഡെലിബറേറ്റ് ചെയ്തതാണോ, അതോ ആരെങ്കിലും ഈ പിക്ചർ പിടിച്ചിട്ട് ഈ വീഡിയോ എടുത്തിട്ട് ഇത് നമ്മുടെ ഇൻ ഷോർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിന്റെ ഏകദേശം 30 വാചകങ്ങളിൽ പറയുന്നതായുള്ള, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അവര് വരെ ഇന്ത്യൻ ഇത് തന്നെയാണ് ഇൻ ഷോർട്സ്. അതൊക്കെ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലൊക്കെ കിട്ടുന്നതാണ്. അന്നേരം ഞാന് എക്സില് അത് വന്നിരുന്നു, നമ്മുടെ ട്വിറ്ററിൽ വന്നിരുന്നു, ടെലഗ്രാമിൽ പലരും അത് പോസ്റ്റ് ചെയ്തിരുന്നു ഈ ഒരു വീഡിയോ. അന്നേരം ഞാൻ ഈ പറയുന്നത് ഇതാണ് കാര്യം, ഇതിനകത്ത് എന്തെങ്കിലും ചരടുവലിയുണ്ടോ അതോ ഇനിയിപ്പോ ഇയാൾ തന്നെ ചെയ്തതാണോ എന്നൊക്കെ. ഇവിടെ ഈ ഇസ്രായേൽ ഇറാൻ വാർ നടക്കുന്ന സമയത്ത് നമ്മുടെ ABC മുതലായുള്ള കുറെ വാർത്താ മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ അവിടുത്തെ ഇറാനിയൻ പ്രസിഡന്റ് പെഷഷ്കാൻ, അയാളൊരു തികഞ്ഞ ക്രിസ്ത്യാനിയായിട്ട് അയാൾ വരുന്നു, അയാൾക്ക് ഈ ഭരണത്തിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അയാള് ഇതിന്റെ ഒരു ഇസ്രായേലിന്റെ ഒരാൾ തന്നെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പൊട്ടിഘോഷിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം അയാളുടെ പല പ്രസ്താവനകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ ഒരു മാധ്യമങ്ങൾ ചെയ്യുന്ന വാർത്തകൾ അത്ര വലിയ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് സംശയത്തോടെ പറയുന്നത്. ഏതായാലും ഒരു കാര്യം സത്യമാണ്, വാർത്ത പുറത്തു വന്നു. അതിന്റെ ഇയാള് ആ ടൊൾഡേ വാറിൽ ഇയാൾക്ക് പരിക്ക് പറ്റി, ഇയാള് കിടന്നിരുന്നു. ഇതിനുശേഷം ഇയാള് ബാസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനെ ഇങ്ങനെ ഇവര് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു അടിക്കുറിപ്പൊക്കെ ഞാൻ കണ്ടിരുന്നു. ഇത് ഇയാളെ കൊന്നുകളയാനായിട്ട് ഇവര് ശ്രമിച്ചിട്ട് നടക്കാതെ വന്നു. അന്നേരം അത് ഇസ്രായേൽ കൂടി അറിയട്ടെ, ഞാൻ സ്റ്റിൽ അലൈവ് എന്നുള്ള രീതി കൂടിയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കോൺസ്പിറസി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഈ കല്യാണം നടന്നിട്ട് ഇന്നോ ഇന്നലെ അല്ല, വർഷം 1 or 2 കണ്ട് കഴിഞ്ഞു. അതായത് ഈ കുഞ്ഞുങ്ങളെ ഈ പിള്ളേരെയൊക്കെ കൊല്ലാക്കൊല ചെയ്യുന്ന സമയത്ത് തന്നെ അവൻ ഈ ആർഭാടത്തിലായിരുന്നു. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ആർക്കും കഴിയുന്നില്ല. ഇത് മൊസാദ വിട്ടെന്നുള്ള ഒരു സൂചന ഇന്നലെ കണ്ടിരുന്നു. എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ
ഈ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്ന സമയത്ത് തന്നെ ഈ ഒരു കുഞ്ഞിന്റെ മുടി പുറത്തുനിന്നാണ്ട് കണ്ട് എന്ന കാരണത്താൽ ഈ അതിന്റെ കൂടെ കൊണ്ടാണ് അതിന്റെ തലയടിച്ച് പൊട്ടിച്ച് ചത്തുപോയത്. ഈ ഈ എന്തൊരു ക്രൂരന്മാരാണെന്നേ. മനുഷ്യത്വത്തിന് ഒരു വിലയില്ല. ഇതൊക്കെ അവര് തന്നെ അത് കാണിക്കട്ടെ. അത് ഓക്കെ. ചെയ്യേണ്ടത് നമ്മുടെ ഒരു തുണി ഇടുന്ന ഏതല്ലേ ഹിജാബ്, അതാണ് ചർച്ച ചെയ്യേണ്ടത്. ഇവന്മാർക്ക് ഇതൊക്കെ പാടില്ല. ഇവർക്ക് പാടുണ്ട്. കാരണം പൈസ, അധികാരവും പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവോ, കേരളത്തിലെ കുറെ മാമാരുടെ ഫോട്ടോ വേണേ അടുത്ത ദിവസം ഇടാം. അവരുടെ മക്കള് പോകുന്നു, എവിടെയാ പോകുന്നത്, അത് എന്തൊക്കെയാ ധരിക്കുന്നത്, എടുത്തേ, ഓരോരുത്തരുടെ എടുത്തേ. നൗഫൽ മൈക്കിൽ എടുക്കാം. നൗഫൽ, താങ്കളുടെ സൗണ്ട് കേൾക്കുന്നില്ല. പറയൂ. ഈ താങ്കൾ റൂമിൽ വന്നത് ഈ ഹെഡിങ്ങിനെ കുറിച്ച് വല്ലതും സംസാരിക്കാനാണോ, അതോ പറയുമ്പോ നമ്മൾ എല്ലാം പറയണം. നമ്മൾ ഒരു 2 വർഷം മുമ്പ് അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി കാത്തു വെച്ചിട്ടുണ്ട്. വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് പറഞ്ഞ് 9 വയസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടിക്കാലനെ മുൻനിർത്തി പോപ്പുലർ ഫ്രണ്ടുകാർ വിളിച്ച മുദ്രാവാക്യം ഓർമ്മയില്ലേ? അതൊന്നും അങ്ങനെ അങ്ങ് മറക്കരുത് അത്ര പെട്ടെന്ന്. അതിനെ സോഷ്യൽ മീഡിയയിൽ ശക്തമായി എതിർത്ത് രംഗത്ത് വന്നപ്പോൾ അടുത്ത ദിവസം ഒരു 7 വയസ്സുള്ള കൊച്ചു പെൺകുട്ടിയെ മുൻനിർത്തി ഇതിനേക്കാൾ ഭീകരതയോടുകൂടിയുള്ള മുദ്രാവാക്യം വിളിപ്പിച്ചു പോപ്പുലർ ഫ്രണ്ടുകാർ. അതിനെ തുടർന്നാണ് ഈ സംഘടന നിരോധിക്കുന്നത് പോലും. അപ്പോൾ അത് മാത്രമല്ല, കാരണങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് എന്തറിയാം? ബാബരിയിലും സുജൂദ് ചെയ്യും, ഗ്യാൻവാപ്പിയിലും സുജൂദ് ചെയ്യും. പാകിസ്ഥാനിലും പോകൂല, അഫ്ഗാനിസ്ഥാനിലും പോകൂല. പോകുന്നുണ്ടേ സംഘി നിന്നെയും കൊണ്ടേ പോകുള്ളൂ, 6 അടി മണ്ണിലേ പോകുള്ളൂ. ഈ 9 വയസ്സുള്ള കുട്ടി എങ്ങനെയാണ് ഈ മുദ്രാവാക്യം പഠിച്ചത്? ഹിന്ദുക്കളുടെ മരണാനന്തര കർമ്മങ്ങൾക്ക് വായ്ക്കരിയിടാനുള്ള കൃത്യത്തെ കുറിച്ച് ഈ കുട്ടിക്ക് ആര് പഠിപ്പിച്ചു കൊടുത്തു? ഒന്നുകൂടെ മറന്നടാ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ. ഇത് ഈ കുട്ടിക്ക് അരിയെക്കുറിച്ചും മലരിനെ കുറിച്ചും കുന്തിരിക്കത്തെ കുറിച്ചും ആര് പഠിപ്പിച്ചു? എവിടെ പഠിപ്പിച്ചു? എന്തിനു പഠിപ്പിച്ചു? ഇതൊക്കെ ഒരു ചോദ്യമാണ്. ഒരിക്കലും ഒരു മാധ്യമങ്ങളും ഒരു നവോത്ഥാന നാറികളും അടുപ്പ് കൂട്ടിയുള്ള ചർച്ചക്കാരും ഉന്നയിക്കാത്ത ചോദ്യങ്ങളാണ് ഇതൊക്കെ. മദ്രസകളിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇല്ലാതാക്കാനുള്ള തീവ്രവാദത്തിന്റെ വിത്തുകളാണോ പാകി കൊടുക്കുന്നത്? ഇതാര് എവിടെ നിന്ന് പകർന്നു കൊടുത്തു? ഈ കുട്ടിക്കാലൻ 9 വയസ്സിൽ ഇങ്ങനെയാണെങ്കിൽ, ഞാൻ പറഞ്ഞതല്ല കാലനെന്ന് അവൻ തന്നെ പറഞ്ഞതാ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് ആ കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുമ്പോൾ ഈ കുട്ടി പഠിച്ച് തറവായി. നമ്മളൊക്കെ പണ്ട് പദ്യം കാണാതെ പഠിക്കുന്നത് പോലെ ഈ കുട്ടി അത് പഠിച്ചിരിക്കുന്നു. ഒടുവില് ഈ വിഷയം ചർച്ചയ്ക്കെത്തിയപ്പോൾ അഭിലാഷ് ചോദിക്കുന്നു, ഇതാണോ നിങ്ങൾ മദ്രസകളിൽ പഠിപ്പിക്കുന്നത്? അപ്പോൾ നമ്മുടെ CA റൌഫ് എന്ന് പറയുന്ന കൊടും ഭീകരൻ, പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ചോദിക്കുന്നു, എന്താണ് ആ മുദ്രാവാക്യത്തിന് കുഴപ്പം? ഇത് അയാളെ കൊണ്ട് ചോദിപ്പിച്ചത് ആരാ? നമ്മളാ. ഈ മതേതരന്മാർ വായിൽ പഴവും വിഴുങ്ങിയിരിക്കുവാൻ ഇത്തരം കൃത്യങ്ങളെ, ഈ മതവൽക്കരിക്കാനുള്ള കേരളത്തിലെ ഈ മത തീവ്രവാദികളുടെ ശ്രമങ്ങളെ എതിർക്കുന്നില്ല, ഒരു അഭിപ്രായവും പറയുന്നില്ല. ജോസഫ് മാഷെ ഇവർക്ക് എറിഞ്ഞു കൊടുത്തപ്പോൾ അവര് ധരിച്ചു ഇനിയും അതുപോലെ തന്നെ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് ഇന്നലെ ഒരു കുഞ്ഞൈഷയെ നിർത്തിയിട്ട് ഇവരടുത്ത നാടകം, കാരണം തന്തയും മോളെയും ഇറക്കി പോപ്പുലർ ഫ്രണ്ടുകാര് കളിച്ച നാടകം SDPIയുടെ നേതാവായിട്ടുള്ള അഷ്റഫ് മൗലവി തന്നെ പൊളിച്ചടുക്കി. ഹൈബീഡൻ വന്ന് ഇവരോട് കണ്ണുരുട്ടിയപ്പോൾ ശരി ഞങ്ങൾക്ക് മതം വേണ്ട എന്നായി. പിന്നെ അവരും തഴഞ്ഞു.
സ്കൂളിലാണെങ്കിൽ ആ നാടകം വേണ്ടുന്ന രൂപത്തിൽ A+ നേടിയതുമില്ല. അപ്പൊ ഗ്രേഡ് നേടാതായപ്പോൾ അടുത്ത പുതിയ ഒരു നാടകം. അതുവരെ തട്ടമിടാതെ 7 വയസ്സോ 10 വയസ്സോ ഉള്ള ഒരു കുഞ്ഞൈഷ വ്ലോഗുകൾ ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയയായി. ആ പെൺകുട്ടിയെ മുൻനിർത്തി ഒരു തട്ടം വലിച്ചിടുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഈ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല മോളെ, നിന്റെ തട്ടം കാണുമ്പോൾ നമുക്കൊന്നുമല്ല പ്രശ്നം, നിനക്കാണ് മോളെ പ്രശ്നം, നിന്റെ ടീംസിനാണ് മോളെ പ്രശ്നം എന്ന് നമ്മൾ പറയേണ്ടിയിരുന്നു. നമ്മൾ ഇനിയെങ്കിലും അത് പറയണം. കാരണം തട്ടമിട്ടാലും ഇട്ടില്ലെങ്കിലും ആർക്കാണ് ഇത് കാണുമ്പോൾ ശരിക്കും കുരുക്കൾ പൊട്ടുന്നത്? ഈ തട്ടത്തിനകത്തുള്ളത് കുഞ്ഞു മാറിടങ്ങളാണ്. നമുക്കൊന്ന് ഞെരടാം, സുഖിക്കാം എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആരാണ് എന്ന് ഈ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം ഉസ്താദുമാരാണെന്ന്. എന്റെ പറമ്പിൽ ഞാൻ ഒരു വാഴ നട്ടു, ആ വാഴയിൽ കുലയ്ക്കുന്ന വാഴക്കുല ഞാനാണോ അതിന്റെ ഉടമസ്ഥൻ, നീയാണോ എന്ന് ചോദിച്ച ഒരു പിതാവ് UP-യിലായിരുന്നില്ല, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സ്വദേശിയായിരുന്നു. സ്വന്തം മകളുടെ വയറ്റിൽ ബീജം നിറച്ചു കൊടുത്ത് മകള് ഗർഭിണിയായി സ്കൂളിൽ തല ചുറ്റി വീണപ്പോൾ സ്കൂൾ അധികൃതർ ഇടപെട്ടപ്പോൾ ആ തന്ത കൂസലില്ലാതെ ചോദിച്ച ചോദ്യമാണിത്. അവന്റെ മതം അവനെ പഠിപ്പിച്ചതാണ് ആശയം. ഒരു കുഴപ്പമില്ല മോനെ, നിന്റെ പറമ്പിലല്ലേ ആ വാഴ, ഒരു പ്രശ്നവുമില്ല, നീ തന്നെ അതിന് മധുരമാണോ പുളിയാണോ മുഴുത്തതാണോ പാകമായതാണോ എന്ന് നീ തന്നെ നോക്കിക്കോ എന്ന് പഠിപ്പിച്ചത്. അപ്പൊ ഈ കുഞ്ഞൈഷ അതുവരെ തട്ടം ധരിക്കാത്ത പെൺകുട്ടിയാണ്. അതുവരെ ആ കുട്ടിക്ക് മതം വേണ്ടിയിരുന്നില്ല. ആ കുട്ടിയെ മുൻനിർത്തി ഒരു തട്ടമിട്ടപ്പോൾ എന്റെ തട്ടത്തിൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ, മോളെ നിന്റെ തട്ടം കാണുമ്പോൾ നിന്റെ തട്ടത്തിനകത്ത് എന്തുള്ളതാണ് എന്ന് മനക്കോട്ട കെട്ടി ഇവിടെ ഉദ്ധാരണമുണ്ടായി സ്വയം ഭോഗം ചെയ്യുന്ന നിന്റെ കൗമിനോടാണ് മോളെ ചോദിക്കേണ്ടത്, എന്റെ തട്ടം കാണുമ്പോൾ നിനക്ക് എന്താണ്. ഇവിടെ വേറെ ആർക്കും ഒരു പ്രശ്നവുമില്ല. പുതിയ പുതിയ നാടകങ്ങളാണ്. എന്റെ തലയിലെ തട്ടമാണോ നിനക്ക് പ്രശ്നമെന്നല്ല മോളെ, അതിനകത്തുള്ള മതമാണ് നമ്മളുടെ പ്രശ്നം. എല്ലാവരും തലച്ചോറ് കൊണ്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുകയും ലൈംഗികമായി എല്ലാ കാര്യങ്ങളെയും ലിംഗവൽക്കരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് എന്ന് പറയേണ്ടത് ഇവിടുത്തെ മതേതര കേരളമാണ്, മതേതര മലയാളിക്കരയാണ് പറയേണ്ടത്. നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി ആരാന്റെ പറമ്പിൽ പോയി തൂറി വെക്കാനൊന്നും പറ്റില്ല. എനിക്കിത് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി ആരാന്റെ മതിൽ ചാടി കയറാൻ പറ്റില്ല. എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട് ഈ രാജ്യത്ത്. എല്ലാ നിയമങ്ങൾക്കും ലിമിറ്റുകളുണ്ട്. നിങ്ങൾക്ക് മതസ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി പബ്ലിക്കിൽ വന്നിട്ട് മുസല്ലയിട്ട് റോഡിൽ നമസ്കരിച്ചാൽ പൊക്കിയെടുത്ത് കൊണ്ടുപോകും. അപ്പോൾ ആർക്കാണ്, ആരുടെ കാഴ്ചപ്പാടുകൾക്കാണ് പ്രശ്നം? ഒരു 10 വയസ്സുകാരിയെ മുൻനിർത്തി ഒരു വേദിയിൽ പുതിയ ഒരു നാടകം. എന്റെ തട്ടമാണോ നിങ്ങളുടെ പ്രശ്നം? അല്ല, നിന്റെ തലച്ചോറിനാണ് പ്രശ്നം. നിന്റെ തലച്ചോറിൽ വ്യാപിച്ചിരിക്കുന്ന മതമാണ് പ്രശ്നം. ഇങ്ങനെ ചെറിയ കുട്ടികളിലൂടെ മതവും മതവേർതിരിവും പഠിപ്പിക്കുന്ന, മതവിദ്വേഷം പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന, അവൻ ഞാൻ എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ ഞങ്ങൾ എന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ടുന്നവരാണ് ഈ നാട്ടിൽ മതപരമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത് മതത്തെക്കുറിച്ചല്ല, എന്റെ മതം നിന്റെ മതം എന്നല്ല കുട്ടികൾ പഠിക്കേണ്ടത്. കുട്ടികൾ പഠിക്കേണ്ടത് മതേതരത്വമാണ്, മാനവികതയാണ് കുട്ടികൾ പഠിക്കേണ്ടത്. ഇവരൊക്കെ വെല്ലുവിളിക്കുകയും മുദ്രാവാക്യം നടത്തുകയും ചെയ്തതിന്റെ ഒരംശമെങ്കിലും കേരളത്തിന്റെ മതേതരത്വം ഉണർന്ന് പ്രവർത്തിക്കുകയും ഇവർക്ക് മറുപടി കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുകയാണ്. ഒരു 10ാം ക്ലാസ്സുകാരി മിടുക്കിയായി പഠിച്ചു, അതിന് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേദിയിലേക്ക് വിളിച്ചപ്പോൾ ഇവിടുത്തെ മതേതരത്വം ഇളകി. ഉടനെ തന്നെ അബ്ദുള്ള മുസ്ലിയാർ മുണ്ട് മടക്കി കുത്തി. അപ്പോൾ തന്നെ നിന്നോട് ആരാ പറഞ്ഞത് പെണ്ണിനെ വേദിയിലേക്ക് വിളിക്കാൻ? സമസ്തയുടെ നിയമം നിനക്കറിയില്ലേ എന്ന് പറഞ്ഞ് അയാള് കണ്ണുരുട്ടി ഇവിടെ കണ്ട് പേടിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടതാ. ഈ കുഞ്ഞൈഷയോട് നമുക്ക് പറയാനുള്ളത്, മകളെ നീ നന്നായി പഠിച്ചോ, പക്ഷേ പഠിച്ചതിന്റെ സമ്മാനം വാങ്ങാൻ വാപ്പ തന്നെ പോകണം കേട്ടോ. നീ പോകല്ലേ, കാരണം നീ പോയി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സിംഹാസനം ഇവിടെ ഇളകി വീഴും. അതുകൊണ്ട് നിന്റെ തട്ടം കണ്ടാൽ, നിന്റെ വിദ്യാഭ്യാസം കണ്ടാൽ, നീ ഒരു സ്കൂട്ടർ ഓടിച്ചാൽ, നീ ചിലങ്ക കെട്ടിയാൽ, നീ സോഷ്യൽ മീഡിയയിൽ വന്നൊരു വ്ലോഗ് ചെയ്താൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. പ്രശ്നം നിന്റെ മതവിഭാഗത്തിനാണ്. എല്ലാ വിഷയത്തിലും മതം കൊണ്ടുവന്ന് ഉണക്കമീനിലും പിന്നെ
കോണ്ടത്തിലും വരെ മതം നിറച്ച വിഭാഗം നിന്റെ വിഭാഗമാണ് മോളെ. അതുകൊണ്ട് ആ കുട്ടി വന്ന് എന്റെ തട്ടമാണോ നിങ്ങൾക്ക് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അടിയേറ്റത് ഇവിടത്തെ മത തീവ്രവാദികളുടെ മസ്തിഷ്കത്തിനാണ്. ആ കൊച്ചിനെ കൊണ്ടുവന്ന് തന്നെ നിങ്ങൾ അടിയെരന്ന് വാങ്ങിക്കുകയായിരുന്നു. നിങ്ങൾക്കാണ് തട്ടമിടുന്നതും ഇടാത്തതും പ്രശ്നം. എല്ലാവരെയും തട്ടമിടിയിക്കാനും ഇട്ടവരെ ഊരിപ്പിക്കാനും നടക്കുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ മതേതരത്വമാണ് കുറച്ചുകൂടി നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ടതും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കേണ്ടത്. ഓക്കെ, കറണ്ട് പോയി, ഇവിടെ മഴയാണ്. കുറെ എണ്ണം വന്നിട്ടുണ്ട്. ഈ എന്തുവാ നമ്മള് പണ്ട് എന്ന് സംസാരിക്കേണ്ടിരുന്ന ഒരു സാധനം ഇപ്പൊ ബാൻ ചെയ്തിരിക്കുക കേട്ടോ. എന്താണെന്നറിയോ? നിങ്ങൾ തന്നെ യുപിയിലെ മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഇന്ത്യ മുഴുവൻ അത് ബാൻ ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഇവര് പരിശ്രമിക്കുന്നത്. യുപിയിലെ വലിയ സംഭവം കേട്ടോ. പുതിയ 2 ഓപ്പറേഷൻ യുപി മുഖ്യമന്ത്രി പറഞ്ഞ എന്താ ഹലാലെന്ന് ഇത് ആർക്കാ ഫണ്ടിങ് പോകുന്നത് മൊത്തം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് പോയി കാണാം. എന്റെ വിശ്വാസം അനുസരിച്ച് ഈ യുപിയുടെ കാര്യം പറയുമ്പോഴേ ഇപ്പൊ 2 ഓപ്പറേഷനുകള് യോഗി ആദിത്യനാഥ് പ്രാവർത്തികമാക്കി. ഒരൊറ്റ മാധ്യമമുണ്ടല്ലോ ഈ വാർത്തയൊന്ന് റിപ്പോർട്ട് ചെയ്യുക. 2 ഓപ്പറേഷൻ ഒരുപോലെ. ഒന്ന് ഓപ്പറേഷൻ ലങ്കട, 2 ഓപ്പറേഷൻ കല്ലാസ്. ഏതെങ്കിലും മാധ്യമത്തിൽ നിങ്ങൾ ആരെങ്കിലും ഈ 2 ഓപ്പറേഷനെ കുറിച്ച് കണ്ടിരുന്നോ? ഇന്നലത്തെ ലൈവിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓപ്പറേഷൻ ലങ്കട എന്ന് പറഞ്ഞാൽ മുടന്തനാക്കും, ഓപ്പറേഷൻ കല്ലാസ് എന്ന് പറഞ്ഞാൽ തീർത്തുകളയും. അവിടെ നിങ്ങളുടെ മതവും പൊക്കിപ്പിടിച്ച് 6-ാം നൂറ്റാണ്ടിന്റെ ഒരു പുസ്തകം ഒരു കയ്യിലും അടുത്ത കയ്യിൽ വാളും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കയറി കൊടുത്താൽ ഒന്നുകിൽ മുടന്തൻ, അതല്ലെങ്കിൽ എൻകൗണ്ടറിൽ തീർത്തുകളെ. ഈ 2 ഓപ്പറേഷൻ. അതാണ് യോഗിയെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾ തുടർന്നോളൂ. ടീച്ചറെ അത് കണ്ടായിരുന്നോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കണ്ടായിരുന്നു. ഉവ്വ ഞാനതൊക്കെ വീക്ഷിക്കാറുള്ള ആളാണ്. താങ്കൾ പറഞ്ഞോ, കംപ്ലീറ്റ് ചെയ്തോ? അല്ല, ഇത് ഇത്രേ ഉള്ളൂ. ഇവർക്ക് എന്താ ആവശ്യം? ഹലാൽ, എല്ലാത്തിനും ഹലാൽ. എന്തിന് ഈ ഹലാൽ ഫണ്ടിങ് എങ്ങോട്ടോ വന്നു? ഇത് മൊത്തം അവര് പറഞ്ഞിരിക്കുക, യുപി എന്ന് പറഞ്ഞിരിക്കുക. യുപി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുക ഹലാൽ ഫണ്ടിങ് എങ്ങോട്ട് പോകും. ഇത് എന്താ ഹലാല്? അത് മൊത്തം പറഞ്ഞില്ല. പണ്ട് നമ്മളിവിടെ നമ്മുടെ ഈ റൂമുകൾ നമ്മള് പറഞ്ഞ കാര്യം അങ്ങേര് ഇവ പറഞ്ഞിരിക്കുവോ? ആ ആള് നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും എങ്ങനെ ഇരിക്കും? ഇവന്റെ ഹലാലൊക്കെ എവിടെയില്ല കൊണ്ട് കുഴിച്ചുകൂടേണ്ടി വരും. നമ്മൾ ആഗ്രഹിക്കുന്നു 2 കാര്യങ്ങൾ. ഒന്നുകിൽ കേരളം കേന്ദ്രം പിടിച്ചെടുക്കണം. അങ്ങനെയെങ്കിലും ഈ കേരളത്തിന്റെ മത തീവ്രവാദം ഒന്ന് അവസാനിക്കുമല്ലോ. അതല്ലെങ്കിൽ യോഗി കേരളം ഭരിക്കണം. യോഗിയുടെ കയ്യിൽ ഒരു 2 വർഷം കേരളം കിട്ടിയാൽ മതി, തീരും. ഇവരുടെ പ്രത്യേകമായിട്ടുള്ള ജില്ല തിരിച്ചിട്ടൊരു മതവൽക്കരണവും, പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് മുറിയന്മാർക്ക് മാത്രമായിട്ടൊരു സംസ്ഥാനം വേണം, ഞങ്ങൾക്ക് മാത്രമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം, നമുക്ക് മാത്രം എന്തോ കൊമ്പോ തുമ്പിക്കയ്യോ ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് മാത്രമായിട്ട് വേണമെന്നുള്ള ഈ വിളികളൊക്കെ അങ്ങോട്ട് നിന്ന് കിട്ടും. അതിനെക്കാട്ടിൽ എത്രയോ വലുതാണ് ഇദ്ദേഹം. യോഗി ആദിത്യനാഥിനെ പോലെ ഒരു നല്ല മനുഷ്യൻ, ഒരു മാനവികതയുള്ള ജനാധിപത്യ ബോധമുള്ള
രാഷ്ട്രവും രാഷ്ട്രീയവും അറിയുന്ന ഒരു വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുക എന്നത്. കാരണം എന്നാൽ ആർക്കു വേണ്ടിയും ഖജനാവ് കാലിയാവില്ല. ഇപ്പോ ആതിഖ് അഹമ്മദിനെ പോലെയുള്ള ഒരുപാട് ആളുകളോട് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് യോഗി ആദിത്യനാഥ് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇപ്പൊ ഇത്രയും സംസ്ഥാനങ്ങൾ ഉണ്ടായിട്ട് മറ്റൊരു സംസ്ഥാനത്തെയും നേതാവിനെ ഒരു ലോകരാജ്യങ്ങളും നേതാവായിട്ട് എണ്ണുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് യോഗി എന്നതിന്റെ ഉത്തരം അതിനകത്ത് തന്നെയുണ്ട്. ഏകദേശം 14,000-ഓളം എൻകൗണ്ടറുകളിലൂടെ 9,400-ൽ പരം 14,000 എൻകൗണ്ടറുകൾ 9,467 ഭീകരന്മാരെയാണ് അദ്ദേഹം ജയിലിൽ അടച്ചത്. 30,000 ആളുകളെ ജയിലിലടച്ചു, 9,000-ൽ പരം ആളുകളെ തീർത്തു കളഞ്ഞു. മുടന്തന്മാരായ ആളുകളാണെങ്കിൽ പറയാനുമില്ല. അപ്പൊ അങ്ങനെ ഒരു നാടിനെ എങ്ങനെയാണ് നവീകരിക്കേണ്ടത് എന്ന് കൃത്യമായി ലോകത്തിന് കാണിച്ചു കൊടുത്ത് ബുൾഡോസർ രാജ്, ബുൾഡോസർ ബാബ എന്ന അപരനാമവും കൂടി നേടിയെടുത്ത ഒരു വ്യക്തിയാണ് ശ്രീ യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിന്റെ മണ്ണിൽ നിങ്ങൾ ഹലാലാണ്, മൂർച്ചയേറിയതാണ്. നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്, മൂർച്ചയുള്ള ആയുധം കൊണ്ട് ശുദ്ധിയുള്ള അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്നതാണ് ഹലാല്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഹലാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് തൊള്ളയും തുറന്നുകൊണ്ട് അങ്ങോട്ട് കയറി ചെന്നാ മതി. ഹലാല് വലിച്ച് കീറി നല്ല കൊടുക്കല് കൊടുത്താണ് യോഗി ആദിത്യനാഥ് വിട്ടത്. അതുപോലെ ഒരു ഭരണാധികാരിയായിരിക്കണം ശരിക്കു പറഞ്ഞാൽ. ഒന്നിനും വേണ്ടിയല്ലാതെ, ആർക്കും വേണ്ടിയല്ലാതെ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ് നമുക്ക് ആവശ്യം. ഭഗവത്ഗീതയും ഇറഗ്വേദവും. ആദ്യം അമീറെ മലയാളം എഴുതാൻ പഠിച്ചിട്ട് വച്ചല്ലേ, പഠിക്ക്. എന്ത് പടി? സ്റ്റെപ്പോ? ഓരോന്നിങ്ങി വരും. മലയാള ഭാഷ പോലും മര്യാദ. സംശയം ഇതാണ്, ഈ ഇസ്ലാം പിറവിയെടുത്ത സ്ഥലങ്ങളിൽ അവിടുന്ന് ഇപ്പം അവരെ ഡ്രസ് കോഡൊക്കെ മാറ്റുക കേട്ടോ. ഇപ്പം ഹിജാബ് വേണ്ട എന്ന് പറഞ്ഞാൽ അറിയാലോ, സൗദി അറേബ്യ പല രാജ്യത്തൊന്നും ഇതൊക്കെ മാറ്റും. അതൊരു മോഡറേറ്റ് ആയിട്ട് അവർക്ക് ബാക്കിയുള്ള എല്ലാവരുമായിട്ട് എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് അതുപോലെ വരാൻ. ഈ എന്തുകൊണ്ട് കേരളത്തിൽ അത് ഇവര് ശരിക്കും കേരളത്തിലുള്ള ഒരു ഇസ്ലാം വിശ്വാസികളായിരിക്കും, ശരിക്കും അത് ഫോളോ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസൽമാനെ ഇസ്ലാം ശബ്ദം പോയല്ലോ. എനിക്ക് മാത്രമാണോ കേൾക്കാത്തത്? ശബ്ദം പോയല്ലോ. ഒരു ചോദ്യം, നമ്മുടെ ഈ കേരളത്തിലുള്ള മുസൽമാന്മാരെയും ഇപ്പൊ നമ്മള് ഇവിടെയുള്ളവര് ഇപ്പൊ അവര് പറയുന്നു അവർക്ക് ഹിജാബ് വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് പല രീതിയിൽ ഇപ്പം നമ്മളിപ്പം കാണുന്നത്. പക്ഷെ ഈ ഇസ്ലാം ജനിച്ച സ്ഥലങ്ങളിലേക്ക് ആ സ്ഥലത്തുനിന്ന് ഇതൊക്കെ മാറ്റുക, അവർക്ക് അതൊന്നും വേണ്ട. അവര് മോഡേണൈസ് ചെയ്യുക. അവര് തന്നെ പറയുന്നത് ഞങ്ങളാണ് ഒറിജിനൽ ഇസ്ലാം അല്ലേ ഇത് തുടങ്ങുന്നത്, ഇസ്ലാം തുറക്കുന്നത്. ഈ കേരളത്തില് ഇവരെന്തിനിങ്ങനെയൊക്കെ ഈ പുതിയ ഇത്രയും ഞങ്ങൾ ഇതിട്ടാലേ ശരിയാവുള്ളൂ, ഹിജാബ് ഇട്ടാലേ ശരിയാവും, അല്ലെ കറുത്ത വസ്ത്രം ഇട്ടാലേ ശരിയാവുള്ളൂ, ഇതൊക്കെ എത്രയോ കാലം മുമ്പ് അവര് ഇതൊക്കെ ഉപേക്ഷിക്കുക. ഈ ഒരു ചോദ്യം കൂടെയുണ്ട്. ഇപ്പൊ ഇറാനിലെ കേസ് നമ്മളിപ്പോ സംസാരിച്ചു, നമ്മൾ കണ്ടു. അവിടെ മാസാമേനി എന്താ മരിക്കാനുള്ള കാര്യങ്ങളും പുള്ളി ഒരു സ്ത്രീയെ കൊല്ലാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. 409 പേര് അതിൽ കൂടുതലുണ്ടെന്ന് ഇവിടെ ആരൊക്കെയോ കേട്ടു.
എന്തെങ്കിലും വൈകട്ടെ. പക്ഷേ എന്റെ ചോദ്യം ഇതാ, അത് അവിടുത്തെ നമ്മുടെ ഇവിടുത്തെ പാവങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ളവർക്ക് പുറത്തോട്ട് പോയാലും ഗൾഫിൽ പോയാലും വേറെ വെസ്റ്റേൺ കൺട്രീസിൽ പോയാലും ഇവർക്ക് ഇതൊന്നും വേണ്ടേ? ഇവരുടെ മക്കൾക്ക് ഇതൊന്നും വേണ്ടേ? അപ്പൊ എന്ത് വിശ്വാസമാണ് ഇത്? ആണ് എന്റെ ശരി, അതിന്റെ ഉത്തരം ഞാൻ പറയാം. വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ്. ഇസ്ലാം പിറവിയെടുത്ത രാജ്യങ്ങൾ പോലും ഈ മതം എന്താണ് എന്ന് മനസ്സിലാക്കി അവരാ മതവും മതനിയമവും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മതേതര രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ, ഈ ഇന്ത്യക്കകത്തെ കൊച്ചു കേരളത്തിൽ ആർക്കാണ് ഈ ഹിജാബിനോട് ഇത്ര വലിയ പ്രിയം? ഒരു കുഞ്ഞ് പിറവിയെടുത്താൽ ആ കുഞ്ഞിന്റെ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും അവന് ലഭിക്കേണ്ടുന്നത് കുറച്ച് മൊറാലിറ്റിയാണ്. അവന്റെ ചുറ്റുമുള്ള മനുഷ്യരിൽ നിന്നും അവൻ ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്നവരിൽ സമൂഹത്തിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് അവൻ സ്വയം പഠിച്ചെടുക്കേണ്ടുന്ന നിരവധി പാഠങ്ങളുണ്ട്. ഇപ്പൊ എൻ്റെ വാപ്പച്ചി ഒരു ആർമി മാൻ ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് മൊറാലിറ്റീസ് ഞങ്ങളുടെ വാപ്പച്ചി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതായത് എൻ്റെ വീടിന്റെ തൊട്ടടുത്ത വീട് ഞങ്ങളുടെ ഒറ്റ പ്രോപ്പർട്ടിയാണ്. ഉമ്മച്ചിയുടെ സഹോദരന് പകുത്തു കൊടുത്തതാണ് കുറച്ച് ഭൂമി. അതിനകത്ത് വീട് വെച്ച് ഉമ്മച്ചിയുടെ സഹോദരൻ, ഭാര്യ, മക്കള് അവരൊക്കെ വളരെ സുഖസുന്ദരമായി ജീവിക്കുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് ദാരിദ്ര്യവും പട്ടിണിയും, വീട് നിറയെ മക്കള്, കിടക്കാൻ സ്ഥലമില്ല. എന്നാലും ഞങ്ങളെ അപ്പുറത്തെ വീട്ടിലൊന്നും വിടാതെ നമ്മുടെ വീട്ടിലുള്ള സ്ഥലത്ത് മത്തിയടിക്കിയതുപോലെ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് അങ്ങനെ കിടക്കുമായിരുന്നു. ഉള്ളത് കഴിക്കുക. നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു കിണറുണ്ട്, അതിനകത്ത് വെള്ളം ഉണ്ട്, അതിനകത്ത് കോരി കുടിക്കുക, സുഖമായിട്ടിരിക്കുക. നമ്മൾ തിന്നോ തിന്നില്ലേ എന്നാരും അറിയണ്ട. ഒരിക്കലും അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം താ എന്ന് ചോദിക്കരുത്. ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ, ഇല്ലെങ്കിൽ ഇല്ലാത്തതുപോലെ. അങ്ങനെ നമ്മൾ അങ്ങ് കഴിഞ്ഞു പോയാൽ മതി. ഇപ്പൊ തൊട്ടടുത്ത വീട് മാമായുടെ വീടാണ്. എന്നും അവരുടെ വീട്ടിൽ ഗസ്റ്റ്, അവരുടെ വീട്ടിൽ ഇറച്ചി മീനും ഒക്കെ വേവുന്ന മണമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ മണം ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇക്കമാര് നമ്മളോട് കളിക്കാൻ പറയും. അങ്ങനെ ഈർക്കിൽ കളി, അങ്ങനെ ഞങ്ങള് അപ്പൊ അങ്ങനെ മറ്റുള്ളവർക്കുള്ളതിൽ നമ്മൾ അസൂയപ്പെടുകയും വേണ്ട, അതിൽ പോയി നമ്മൾ അപഹരിക്കുകയും വേണ്ട. അവരുടെ അനർഹമാണ്, അത് വേണ്ട. അതുപോലെ നമ്മളെ പണ്ട് കാലത്ത് ഇതുപോലെയുള്ള ബോൾ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പേപ്പറൊക്കെ ചുരുട്ടി റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് നമ്മൾ കളിക്കുക. അത് അടിക്കുമ്പോൾ പോലും ഒരു നിശ്ചിത രൂപത്തിലേ അതിന് ടെമ്പർ കൊടുക്കാവൂ. കാരണം ആരാന്റെ വീട്ടിലെ ചെടിച്ചട്ടി പൊട്ടും, അവരുടെ ഗ്ലാസ് പൊട്ടും, അത് നമുക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഒരു ലിമിറ്റിനകത്ത് നിന്നിട്ട് അവർക്കുള്ളത് കൊണ്ട് നമുക്ക് വേണം എന്ന് ആഗ്രഹിക്കണ്ട. അവരുടെ ഉള്ളത് കൊണ്ട് ഓണം പോലെ പൊയ്ക്കോട്ടെ, നമുക്കില്ലെങ്കിൽ വേണ്ട, നമ്മൾ ഇല്ലാത്തതുപോലെ പോയാ മതി എന്ന് പറയുന്ന ഒരു വാപ്പ. അതുപോലെ എൻ്റെ സഹോദരങ്ങളൊക്കെ കുറച്ച് അവർ സ്കൂളിലൊക്കെ പോകാൻ പാകമായപ്പോഴേക്ക് ചെരുപ്പ് കടയിൽ നിൽക്കാനും പച്ചക്കറി കടയിൽ ഒന്ന് തൂക്കി കൊടുക്കാൻ നിൽക്കാനും ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ചവർ തരും. അത് കൊണ്ടുവന്ന് ഞങ്ങൾ സുഖസുന്ദരമായിട്ട് അതിനകത്തൊരു ഒരു സന്തുഷ്ടി ഉണ്ടായിരുന്നു, ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചു പോയത്. അതുകൊണ്ട് ഇന്നും മറ്റുള്ളവർക്കുണ്ട്, ഞങ്ങൾക്കില്ല. നമ്മുടെ വിശ്വാസവും നമ്മുടെ ദാരിദ്ര്യവും മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കണം, അവർക്കുള്ളതിൽ നമ്മൾ അസൂയപ്പെടണം. ഇതുപോലെ തന്നെയാണ് ഇവിടെ മതവും. എൻ്റെ വിശ്വാസം പോലെ തന്നെയായിരിക്കണം അവന്റെ വിശ്വാസവും. അവരെന്തുകൊണ്ട് തട്ടമിടുന്നില്ല? എന്തുകൊണ്ടാണ് അവൻ എൻ്റെ വിശ്വാസം സ്വീകരിക്കാത്തത്? അപ്പോ അവൻ അവന്റെ ചുറ്റുപാടിൽ നിന്ന് പഠിച്ചെടുക്കുന്ന ഒരു കൊച്ചു ലോകമുണ്ട്. അതിനകത്ത് മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടത് മുതിർന്ന അവരുടെ പേരൻസ് ആണ്. അങ്ങനെയാണ് അവൻ ഒരു നല്ല മനുഷ്യനായി തീരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് അവനെ വളർത്തിയെടുക്കുന്നതിൽ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം മാതാപിതാക്കളും പരാജയപ്പെട്ടു പോകുന്നു. അവൻ കാഫിറാണ്, നീ വിശ്വാസിയാണ്. അതായത് എന്നെ പോലെ തന്നെ ഒരു മനുഷ്യനാക്കി എടുക്കേണ്ടതാണ് ഞാൻ അവനെയും എന്നതിലുപരി ഞാൻ മതജീവിയാണ്, ഞാൻ ഇത്രയും കാലവും ഫോളോ ചെയ്തിരുന്നത് എൻ്റെ മതമാണ്, അതുപോലെ തന്നെ മതസ്നേഹിയായി വർഗസ്നേഹിയായിട്ട് എൻ്റെ മകനും വളർന്നാൽ മതി എന്നിവരാഗ്രഹിക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ അവര് വളരും. പിന്നീട് അവര് വളർന്ന് പാകമായി 9 വയസ്സുകാരനോട് പറയുന്നു, മോനെ അവര് കാഫിറുകളാണ്, അവര് അമുസ്ലിങ്ങളാണ്,
അവർക്ക് ചത്തു കഴിഞ്ഞാൽ അവർക്ക് വായിക്കരി ഇടേണ്ടത് നമ്മളാണ്. അതിന് അരിയും മലരും ഒക്കെ റെഡിയാക്കി വെച്ചവളം പറഞ്ഞോ, നമുക്ക് കത്തിക്ക് മൂർച്ച കൂട്ടി അവന്റെ മാറിടത്തിലേക്ക് കയറി അങ്ങോട്ട് പിളർക്കാം, അവന്റെ നെഞ്ചിൽ പൊങ്കാലയിടാം. അവര് കാഫിറുകളല്ലേ മോനെ, അവര് നരകത്തിൽ പോകേണ്ടവരല്ലേ, അവരെ ഇല്ലാതാക്കാനുള്ള ബാധ്യതയല്ലേ മോനെ നമുക്ക് നമ്മുടെ പടച്ചിറപ്പ് തന്നിരിക്കുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ 22ാമത്തെ വയസ്സിൽ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പൊ അങ്ങനെ വിഭാഗീയമായിട്ടുള്ള ചിന്താഗതിയിൽ വളർത്തപ്പെടുന്ന ഒരു കുട്ടി ഒരിക്കലും മനുഷ്യത്വപരമായി ചിന്തിക്കുമെന്നോ അവനിൽ മാനവിക ബോധമോ ജനാധിപത്യ ബോധമോ അപരനെ സ്നേഹിക്കാനും ആദരിക്കാനും അംഗീകരിക്കാനുമുള്ള കഴിവോ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. ഭൗതിക വിദ്യാഭ്യാസം കിട്ടുന്നതിന് മുമ്പ് തന്നെ വളരെ ചെറിയ പ്രായത്തിലെ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇൻജെക്ട് ചെയ്യപ്പെടുന്ന മത ആഭാസം, ഈ ആഭാസമാണ് അവനെ ഒരു ഭീകരനാക്കി മാറ്റുന്നത്. പിന്നീട് ഒരു പക്ഷേ എന്നെ പോലെ റെയർ പീസുകൾ മാത്രം അതിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കാൻ തയ്യാറായി ആ മതത്തിനകത്തുള്ള മാനവിക വിരുദ്ധതകൾ എന്താണ് എന്ന് തുറന്നു പറയാൻ തയ്യാറായി രംഗത്ത് വരും. അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്നത് മുൾക്കിരീടങ്ങളാണ്. അവരതിനകത്ത് ഭീഷണിപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും അവരെ. ഒരു പക്ഷേ അയ്യൂബിനെ പോലെയുള്ള ആളുകൾ ഇതിൽ നിന്നും പിടികിട്ടാതെ വരുമ്പോൾ, പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ശരിയെന്ന് അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയേക്കാം. അത് ചൊല്ലിയാൽ കിട്ടുന്നത് എന്താ? നിർഭയത്വം. ഒന്ന്, സുഖമായിട്ട് ജീവിച്ചു പോകാം, അതിനുള്ള പണം, മക്കളെ കെട്ടിക്കാനുള്ള പണം, വരുമാന മാർഗം, ഇതെല്ലാം വിശ്വാസികൾ തരുമെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ മാനവികതയും ജനാധിപത്യവും പറഞ്ഞിട്ട് വെറുതെ എന്തിനാണ് ശത്രുക്കളെ ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിച്ചു പോയാൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോ ഈ ഗോത്ര ചിന്താഗതികള് ചെറിയ ഇളം തലമുറയിലെ കുഞ്ഞു ഫ്രഷ് ബ്രെയിനിലേക്ക് അടിച്ചു കയറ്റുന്നതിൽ മുൻപന്തിയിലേക്ക് വരുന്ന ഈ മദ്രസ ആലയങ്ങളിലെ പഠനമുണ്ടല്ലോ, ഇതാണ് ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ടത്. മതം പഠിക്കുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അവൻ ഒരു മാനവികതയുള്ളവനായിട്ട് തന്നെ വളരും. അതുകൊണ്ട് ഈ ഹിന്ദു ജനസംഖ്യയുടെ 80% ആളുകൾ മതം പഠിക്കുന്നില്ല. ക്രിസ്ത്യൻ ജനസംഖ്യ അവര് നിർബന്ധിച്ച് മതം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് മറ്റവർക്ക് ഇവരെ പെട്ടെന്ന് തന്നെ മതം മാറ്റി കൊണ്ടുപോകാനും പറ്റുന്നത്. പക്ഷെ ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം മത പഠനം അവർക്ക് നിർബന്ധമാണ്. അള്ളാഹുവിലും അതുപോലെ വേദഗ്രന്ഥമായിട്ടുള്ള 6ാം നൂറ്റാണ്ടിന്റെ കിതാബിലും വിശ്വസിക്കാത്ത ആളുകളെ കൊന്നുകളയാൻ പഠിപ്പിക്കുന്ന, ആ മതനിയമങ്ങൾ അംഗീകരിക്കാത്ത ആളുകളെ ഇല്ലാതാക്കാനുള്ള ബാധ്യത നമുക്കാണ് എന്ന് പഠിപ്പിക്കുന്ന, ഇതര മതസ്ഥരെ മനുഷ്യരായി കാണണ്ട, അങ്ങനെ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങൾ ആ കുഞ്ഞു ബ്രെയിനിലെ ഉൽപ്പാദിപ്പിക്കുവാണ്. അങ്ങനെ ലോകത്തെല്ലായിടത്തും സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ, അശാന്തി ഉണ്ടാക്കാൻ, കലാപങ്ങൾ ഉണ്ടാക്കാൻ, ചോരപ്പുഴ ഒഴുക്കാൻ കാരണമായിരിക്കുന്ന ഈ ആശയത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. ഇവര് പറയുന്നു ദൈവിക ചൈതന്യമാണ് എന്ന്, നമ്മൾ പറയുന്നു ഇത് പൈശാചിക ചൈതന്യം പോലുമല്ല. കാരണം പിശാച് പോലും അനർഹമായിട്ട് അപരനെ കൊല്ലണം എന്ന് പറയുന്ന ഒരു സൃഷ്ടിയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഖുർആൻ പറയുന്ന പിശാചിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ ഈ ലോകത്തുണ്ടാകുന്ന സകലമാന വർഗീയ കലാപങ്ങളും യുദ്ധങ്ങളും ചോരച്ചൊരിയലും എല്ലാം ഈ 6ാം നൂറ്റാണ്ടിന്റെ ഗ്രന്ഥം കാരണമാണ് എന്ന് 1986 മെട്രോപൊളിറ്റൻ കോടതിയിൽ ഡൽഹിയിൽ ഒരു വിധി ഉണ്ടായിരുന്നു. ജസ്റ്റിസ് ZS ലോഹത്തിന്റെ വിധിയാണത്. ഇന്നുവരെ ആ വിധി തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ ഒരു മത മൗലികവാദ നേതാക്കൾക്കോ സംഘടനകൾക്കോ സാധിക്കുന്നില്ല. ഇന്ത്യയിലും മാത്രമല്ല ലോകത്തു മുഴുവനും അശാന്തിയുടെയും അക്രമത്തിന്റെയും വിത്തുകൾ വാരി വിതറിയതിന് പിന്നിൽ ഈ വിഭാഗമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ മത തീവ്രവാദം ശക്തമായിട്ട് വേരൂടുന്നു. എന്നാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ, ഇസ്ലാം പിറവിയെടുത്ത രാജ്യങ്ങളിൽ അവർ മാനവികമായി ചിന്തിക്കുകയും അവർ കാഫിറുകളായതുകൊണ്ട്, അമുസ്ലിങ്ങളായതുകൊണ്ട് അവരെ വെറുക്കുകയും അവരുമായിട്ടുള്ള കരാറുകളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുകയും ചെയ്താൽ നമ്മുടെ രാജ്യം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് പോകുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് അവർ ഇസ്രായേലുമായിട്ടും മറ്റുമൊക്കെ ട്രംപുമായിട്ടുമൊക്കെ ഒരുപാട് കരാറുകളിൽ ഏർപ്പെട്ട് അവർ മാറി ചിന്തിക്കാൻ തയ്യാറാകുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് തട്ടമിടാൻ പാടില്ല? എന്തുകൊണ്ട് ഞങ്ങൾക്ക് മതം മാറ്റാൻ പാടില്ല? ഞങ്ങളുടെ തട്ടത്തിൽ ഒന്ന് തൊട്ടാൽ ഞങ്ങളുടെ മതവികാരം വ്രണപ്പെടുന്നേ എന്ന അലമുറയിട്ട് കരയാൻ ചെറിയ പ്രായം മുതലേ അസഹിഷ്ണുത കുട്ടികളിൽ നിറയ്ക്കാൻ മദ്രസ ആലയങ്ങൾ വ്യഗ്രതപ്പെടുന്നു. അവിടെ പഠിപ്പിക്കുന്നത് മാനവികതയല്ല. 16 വർഷം മദ്രസ അധ്യാപികയുടെ കുപ്പായമിട്ട ആളാണ് ഞാൻ. മാനവികതയോ മനുഷ്യത്വമോ സാഹോദര്യമോ സഹിഷ്ണുതയോ സമഭാവനയോ അവിടെ പഠിപ്പിക്കുന്നില്ല.
അവിടെ പഠിപ്പിക്കുന്നത് മതതീവ്രവാദം മാത്രമാണ്. മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കാൻ, ആളുകളെ വിഭജിക്കാൻ, വ്യക്തികളെ വിഭജിക്കാൻ, സുഹൃത്ത് വലയങ്ങളെ പോലും മതത്തിന്റെ പേരിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു ആശയം ഒരിക്കലും നമുക്ക് വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ പോലും മാനവികതയോടുകൂടി ചിന്തിക്കുമ്പോൾ ഈ മതതീവ്രവാദികൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അവരും വിശ്വാസികളാകാത്തത്, എന്താ അവർക്ക് വിശ്വാസിയായാല് എന്ന് ചിന്തിക്കുന്നതിലേക്ക് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന വിഭാഗം അധപ്പതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പ്രൈസ് ലോർഡ്. ഷലോം ഷലോം ഷലോം. സഹോദരങ്ങളെ, എല്ലാവർക്കും ക്രിസ്തു സ്നേഹം. ജാമിത ടീച്ചറുടെ ഉമ്മ മരിച്ചുപോയി എന്നറിഞ്ഞു. കണ്ടോലൻസസ്. ആദ്യമായിട്ടാണ് പിന്നീട് കാണുന്നത്. ജാമിത ടീച്ചർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഉമ്മച്ചി മരിച്ചതിന് ശേഷം ആദ്യമാണ് നമ്മൾ കാണുന്നത്. കണ്ടോലൻസസ്. ഓക്കെ, സന്തോഷം. ദുഃഖത്തിൽ പങ്കുചേരണമല്ലോ, അതല്ലേ സഹോദരങ്ങള്? സന്തോഷം പറഞ്ഞാൽ ഇരട്ടിയാവണം, ദുഃഖം പറഞ്ഞാൽ പകുതിയാവണം. വീഡിയോ ഒക്കെ കണ്ടിരുന്നു, ഫോട്ടോ ഒക്കെ കണ്ടിരുന്നു. ടീച്ചറോട് ഒരു കാര്യം ഞാൻ പറയുന്നത്, അതായത് ക്രിസ്ത്യാനികൾക്ക് മതവിദ്യാഭ്യാസം ഉണ്ട് ടീച്ചർ. അതായത് സാധാരണ പള്ളിയിൽ പോകുന്ന എല്ലാവരും സൺഡേ സ്കൂള്, കാറ്റക്കിസം എന്നുള്ള ഞങ്ങൾക്ക് മതവിദ്യാഭ്യാസം അത് ഞായറാഴ്ചകളിലാണ്. പള്ളിയിൽ പോയി കഴിഞ്ഞ് മാതാപിതാക്കള് പള്ളിയിൽ കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബൈബിൾ പഠിപ്പിക്കും, ചരിത്രം പഠിപ്പിക്കും, ഉപദേശങ്ങൾ പഠിപ്പിക്കും. അത് 10ാം ക്ലാസ് വരെ. അതിനുശേഷം യൂത്ത് ആക്ടിവിറ്റീസ് ഇങ്ങനെ പോകും. പക്ഷെ ഇവിടെ ബൈബിളിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ച ഒരിടത്തും ക്രിസ്ത്യാനികൾ അന്യമതസ്ഥരെ കൊല്ലണമെന്നോ അവർ ശത്രുക്കളാണെന്നോ അല്ല. കൃത്യത ഞങ്ങളെ പഠിപ്പിക്കുന്നത് കർത്താവിന്റെ വചനങ്ങളാണ്. ലവ് യുവർ നെയ്ബർ ആസ് യുവർസെൽഫ്. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ഡു അൺടു others what you would have them do for you. അന്യൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത് നീ ആദ്യം അവന് ചെയ്യുക. ഒരിക്കൽ കൂടി പറയാം. അന്യൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത് നീ ആദ്യം അവന് ചെയ്ത് കൊടുക്കുക. കർത്താവ് പറഞ്ഞ ഒരു മുഖ്യമായ കാര്യമാണ്, കൂട്ടുകാരനെ സ്നേഹിക്കണം, ശത്രുക്കളെ വെറുക്കണമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സ്നേഹിക്കുക. അവർ ചാകണമെന്നും നശിക്കണമെന്നുമല്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് വിശന്നാൽ അവർക്ക് ആഹാരം കൊടുക്കുക, ദഹിച്ചാൽ അവർക്ക് വെള്ളം കൊടുക്കുക. ഇങ്ങനെ അനേക വാക്യങ്ങൾ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾ ഹൃദയസ്ഥമാക്കും. അതുകൊണ്ട് ഒരു മുസ്ലിം കുട്ടിയോ ഹിന്ദു കുട്ടിയോ കാണുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള കോപമോ അവൻ നമ്മുടെ ജാതിയല്ലല്ലോ, മതമല്ല, ആ ഒരു ചിന്ത വരാൻ ഒരു തരത്തിലും ഈ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം അവരെ അനുവദിക്കില്ല. അതുകൊണ്ടാണ്, അത് മാത്രമല്ല, അവർ സഹോദരങ്ങളാണ്. അത് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് നമ്മൾ സ്കൂളില് പാചകം ചൊല്ലിക്കൊടുത്ത് പഠിപ്പിക്കുന്നത് കൊണ്ട് അതങ്ങനെ തന്നെ ഇവര് വിശ്വസിക്കും. എല്ലാവരും സഹോദരങ്ങളാണ്. പക്ഷേ നമ്മൾ അറിയുന്നില്ല ഈ കുഞ്ഞുങ്ങളുടെ മനസ്സ്. ഈ കാഫിറുകളെ കൊല്ലണം, കാഫിറുകൾ നമ്മുടെ ആളുകളെല്ലാവരും നജസാണ്, ഈ കാര്യങ്ങളൊക്കെ ഈ ഇടയ്ക്ക്, അതായത് ഒരു 10-20 വർഷമൊക്കെ ആണെന്ന് തോന്നുന്നു, കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പഠിച്ചത് അതിനൊക്കെ മുമ്പാണ്. അതുകൊണ്ട് തീർച്ചയായും എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയെങ്കിലും എൻ്റെ ഫ്രണ്ടായിരുന്നു. ഒന്നല്ല, 1, 2, 3 കുട്ടികൾ. അവരാരും ഈ രീതിയിൽ ചിന്തിച്ചിട്ടില്ല. അവർ എൻ്റെ വീട്ടിൽ വരികയും ഒന്നുമില്ലെങ്കിൽ വെറും ചോറും അച്ചാറും കൂട്ടി ചോറ് കഴിച്ചിട്ട് പോകും. ഞങ്ങൾ മാലിന്യമാണെന്ന് അവർ ചിന്തിച്ചതായിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല.
അവരങ്ങനെ ചിന്തിച്ചത് പോലും ഉണ്ട്. കാരണം അവരൊന്നും അങ്ങനെ മതം പഠിച്ചിട്ടുമില്ല. എന്തെങ്കിലും കുറച്ച് ആയത്തൊക്കെ ഓതാനൊക്കെ വീട്ടിൽ പഠിപ്പിക്കുന്നതല്ലാതെ ഇന്നത്തെ പോലെ 3ാം ക്ലാസ് മുതലേ കുഞ്ഞുങ്ങളെ ഈ വേണ്ടാതീനം മുഴുവൻ തലയിൽ കയറ്റി അവിലും മലരും കരുതി വെച്ചോ ഇവരൊക്കെ ചാകേണ്ടവരാണ്. ഈ പഠിപ്പിക്കലൊക്കെ വന്നത് നമ്മളൊക്കെ ആയിട്ടുള്ളതാണ് എന്റെ 10-15 years 20 years ഒക്കെ ആയിരിക്കും. പക്ഷെ ഇതുകൊണ്ടിപ്പോ ലോകം നിറഞ്ഞു കഴിഞ്ഞു. ഇത്തരം ചിന്താഗതി ഉള്ളവരെ കൊണ്ട് ലോകം നിറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിന് ചികിത്സയാണ് വേണ്ടത്. ഇതിന് ചികിത്സയാണ് വേണ്ടത്. ഇതിന് 2 തരത്തില് ചികിത്സയുള്ളൂ. ഒന്ന്, ഇത്തരം ചിന്തകളും കൊണ്ട് ജീവിക്കുന്നവരുടെ മനസ്സ് മാറ്റുക. അവര് വിശ്വസിക്കുന്നത് ശരിയല്ല, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ശരിയായ ചിന്തകൾ. എല്ലാവരും സഹോദരങ്ങളാണ്, സൃഷ്ടിയാണ്. നിങ്ങളുടെ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ തന്നെ ഇവരെ സൃഷ്ടിച്ചില്ല. ഇതിന് അല്ലാഹു ഹലോ പ്പെട്ട് അവരാ രീതി ഹലോ എന്താണ്? എന്നിട്ട് എന്ത് പറ്റി? നിക്ക് ഞാൻ ഇപ്പൊ വരാം. എന്ത് പറ്റി മോളെ? എന്തോ പപ്പ ചെയ്യുന്നുണ്ടോ? എന്തോ നീ ഇങ്ങോട്ട് വാടാ എടുക്കാം. ഞാൻ നേടുന്നേ എന്തിനാ? ഞാനിപ്പോ അവന്റെ കൂടെ പോകുമ്പോ ബൈക്കില്
ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് എന്റെ